ഓഗസ്റ്റ് മാസം 13-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങളെ പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾക്കായും ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. എൻ്റെ സന്ദേശം എന്ന് ഞാൻ പറയുന്നുവെങ്കിലും ആ സന്ദേശം അത് ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റെ ബൈബിളിൽ നിന്നാണ്. അതാണ് പഠിപ്പിക്കുന്നത്. അതാണ് എൻ്റെ സന്ദേശം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പരസ്യമായിട്ട് യഹൂദ്യയിൽ, യെരുശലേമിൽ, ഇസ്രായേലിൽ ചെയ്ത പരസ്യ ശുശ്രൂഷ ഒരു അത്ഭുതത്തിൻ്റെ കാര്യമാണ്. ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ഒരു അത്ഭുതം. അതുകൊണ്ട് ആണ് ഇവിടെ അനന്തരം ചിലർ കുരുടരും ഊമന്മായ ഒരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ, അവൻ എന്ന് പറയുന്നത് യേശു ആണ്, മശീഹായ ഇസ്രായേലിൻ്റെ മശീഹ. അവൻ വന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. 23-ാം അധ്യായം. പുരുഷാരം ഒക്കെയും വിസ്മയിച്ചു. ഇവൻ ദൈവപുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസബൂബിനെ കൊണ്ട് അല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസബൂബിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യും. 30-ാം വാക്യം ശ്രദ്ധിച്ചാലും, എനിക്ക് അനുകൂലമല്ലാത്തവൻ, യേശുക്രിസ്തു പറയുകയാണ്, ഈ അത്ഭുതം ചെയ്തതിന് ശേഷം പറയുകയാണ്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലം ആകുന്നു. എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ചിരുന്ന ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും തൻ്റെ പുത്രനെ അയച്ച് പാപപരിഹാരം വരുത്തി ദൈവമായിട്ട് നിരപ്പ് ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്ന അവൻ്റെ വിശ്വാസം മുഖാന്തരം ദൈവമായിട്ട് ബന്ധമുണ്ടാകുവാൻ, കടമ ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുവാൻ അവിടുന്ന് പ്രസാദിച്ച വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഈ ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, നിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തെങ്കിലുള്ള മാനസാന്തരവും യേശുവിൽ വിശ്വാസവും നീ കടമയായി ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ, അത് ചെയ്യുവാൻ തക്കവണ്ണം, അത് വിശ്വസിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചകളിലായി പഠിച്ചു വരുന്ന പ്രധാന വിഷയം ആത്മീയ ജീവിതമാണ്. ആത്മീയ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, കടമകൾ ഉണ്ട്.
ചിലത് ഇൻഫിനിറ്റീവ്, വെറുബിലെ ഒരു പ്രയോഗമാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയും. വേറൊരു പ്രയോഗമാണ് കമാൻഡ്സ്, ഇമ്പരേറ്റീവ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലത് ഉത്തരവാദിത്തങ്ങളായിട്ടും ചിലത് കടമകളായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കടമകൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഉത്തരവാദിത്തങ്ങൾ നാം മനസ്സിലാക്കി വിശ്വസിച്ച് ചെയ്യേണ്ടതും ആവശ്യമാകുന്നു. അതിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിച്ചത് മാനസാന്തരം ഒരു കടമയാണ്. അതിന് പ്രത്യേകമായിട്ട് ഉപയോഗിച്ച ദൈവവചനം അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യമാണ്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് നാം തിരിയണം. സാക്ഷാൽ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, പുത്രനെ അയച്ച് നമ്മളെ രക്ഷിക്കാനും വീണ്ടെടുക്കാനും തീരുമാനിച്ച ദൈവം, അവനാണ് സാക്ഷാൽ ദൈവം. ആ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, മനസ്സിൻ്റെ അന്തരം, അത് സുവിശേഷം കേട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ, നമ്മുടെ മനസ്സാക്ഷിയിൽ ചെയ്യുന്ന പ്രവൃത്തിയാൽ നമ്മളിൽ നടക്കേണ്ട ഒരു വലിയ കാര്യമാണ് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടവൻ സുവിശേഷത്തിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, പാപക്ഷമ ലഭിച്ച്, പാപപരിഹാരം ലഭിച്ച്, വിശുദ്ധി ലഭിച്ച് ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടക്കണം. ഇതാണ് ദൈവം കടമയായി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടേണ്ടതിൻ്റെ അത്യന്താപേക്ഷിതം, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. 2, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതും അത്യന്താപേക്ഷിതമാണ്. 3-മതായിട്ട് സമകാലിക പ്രവണതകൾ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇന്നലെയും ഇന്നും നാളെയും ആ സമകാലിക കാര്യങ്ങളെ പരിശോധിച്ച് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. ഇത് ദുഷ്ടലോകമാണ്, ദുഷ്ടൻ്റെ അധീനതയിലാണ്. അത് ആണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പത്രം വായിക്കുന്നില്ല, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാൽ ദൈവവചന പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ സമകാലിക പ്രവണതകൾ കാണിക്കുന്നത് ദുഷ്ടൻ അവൻ പ്രബലപ്പെട്ട് വരികയാണ്, ശക്തിപ്പെട്ട് വരികയാണ്. അതുമാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടി തന്നെ ഒരുക്കുകയാണ്. അത് ഈ ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും, സാക്ഷാൽ യഹൂദനും സാക്ഷാൽ ക്രിസ്ത്യാനിയും ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ ഈ ന്യായവിധിയിൽ അകപ്പെടും. അതിനുള്ള ഒരുക്കങ്ങൾ സമകാലിക പ്രവണതയായിട്ട് നമുക്ക് കാണാനും കഴിയും. ആദ്യമായിട്ട് ദൈവത്തെങ്കിലേക്കുള്ള മനസ്സാന്തരം. ഇന്ന് നാം ദൈവമായിട്ടുള്ള അടുപ്പം, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള കൂട്ടായ്മ, അതിലേക്ക് നാം പ്രവേശിക്കുന്നുവെങ്കിൽ നിത്യതയിൽ ഈ ബന്ധം സ്ഥാപിക്കപ്പെട്ട ആ സമയം മുതൽ നിത്യതയിൽ നാം അത് തുടരും. നിത്യതയിൽ ദൈവമായുള്ള സ്ഥിരവാസം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങണം ഈ ദൈവത്തെങ്കിലുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ സാക്ഷാൽ ദൈവത്തെങ്കിലേക്ക് തിരിയണം. 1. 2, ഈ ദൈവമായിട്ട് നമുക്ക് അടുക്കുവാൻ തക്കവണ്ണം, ബന്ധപ്പെടുവാൻ, നിരപ്പ് പ്രാപിക്കുവാൻ, അവനോട് പ്രാർത്ഥിക്കുവാൻ, അവനോട് അടുത്ത കൃപാസനത്തിലേക്ക് കരുണയ്ക്കായിട്ട് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് പാപക്ഷമ ആവശ്യമാണ്. ശുദ്ധീകരണം കൂടെ ദൈവത്തെ കാണാൻ കഴിയില്ല, അതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. നമ്മൾ പാപികളാണ്, ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. അവൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരം വരുത്തി നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് ഇന്ന് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം. അതുമാത്രമല്ല, ഭാവിയിൽ നിത്യതയിൽ ദൈവമായിട്ട് സ്ഥിരമായി വസിക്കാനുള്ള ഒരു അവസരം നമുക്ക് നിശ്ചയമായി ഉണ്ടാകും. അതാണ് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവമായുള്ള ബന്ധം ആരംഭിച്ചാൽ ആ ബന്ധം നിത്യതയിൽ തുടരും. വളരെ ആശ്വാസം നൽകുന്ന ഒരു വാക്കുകളാണ് ഞാൻ വിചാരിക്കുകയാണ്. എങ്ങനെ ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കണം, അതാണ് വിഷയം. കാരണം ഇന്ന് നമ്മുടെ ലോകത്തിലെ മതങ്ങളും മത നേതാക്കളും രാഷ്ട്രങ്ങളും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പരിശോധിച്ചാൽ അവർ വാസ്തവത്തിൽ സാക്ഷാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ അല്ല എന്നുള്ള നിസ്സംശയം നമുക്ക് പറയാനും കഴിയും.
കാരണം അവർക്ക് അവരുടേതായ നിലനിൽപ്പിന് വേണ്ടി അവർ പഠിച്ച് അവരുടെ സമ്പ്രദായങ്ങളും അവരുടെ ട്രഡീഷനും അനുസരിച്ചുള്ള അത് നിലനിർത്തുക മാത്രമാണ് അവർ ചെയ്യുന്നത്. വാസ്തവമായിട്ട് ഒരു മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്കോ തിരിഞ്ഞിട്ടില്ല. അവർ യേശുവിൽ വിശ്വസിച്ച് അവർ പാപക്ഷമ ലഭിച്ചവരല്ല, പരിശുദ്ധാത്മാവ് ലഭിക്കാത്തവരാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരുടെ തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് എന്തുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരം അത്യന്താപേക്ഷിതമാകും? ദൈവവചന പ്രകാരമാണ് പറയുന്ന റോമാലേഖനത്തിൽ, മനുഷ്യവർഗം ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ വ്യക്തിക്കും ഓരോ കുഞ്ഞിനും അവൻ വലുതായി കഴിയുമ്പോൾ അവന് ദൈവത്തെ അറിയാം. റോമാലേഖനം 19-ാം അധ്യായമാണ് ആധികാരികമായി എടുത്തിട്ടുള്ള ദൈവവചനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം അതിപ്രകാരം തർജ്ജമ ചെയ്തിരിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ഇതൊരു മനുഷ്യൻ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. ദൈവം നമ്മുടെ സൃഷ്ടാവായതുകൊണ്ടും പരിശുദ്ധനായതുകൊണ്ടും അവൻ്റെ ദിവ്യ സ്വഭാവവും അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ ഒരാൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ദൈവത്തെ എല്ലാ മനുഷ്യർക്കും അറിയാം. എന്നാൽ നമ്മൾ ജനിച്ചു വരുന്ന മാതാപിതാക്കൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമ്പ്രദായങ്ങളൊക്കെ വെച്ച് നമ്മൾ അത് ശരിയാണ് എന്ന് വെച്ച് പോവുകയാണ്. എന്നാൽ അങ്ങനെയല്ല. ഓരോ വ്യക്തിയിലും നമ്മുടെ സൃഷ്ടാവ് തൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അവനെ അറിയാം നമുക്ക് എന്ന് വേദപുസ്തകം ശക്തമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് റോമാലേഖനം 1-ാം അധ്യായത്തിന് 21-ാം വാക്യത്തിലും ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വെറുതെയായിത്തീരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പം അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന മനുഷ്യൻ അവൻ ദൈവത്തോട് മത്സരിച്ച് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുകയാണ്. അത് അവിടെ എഴുതിയിട്ടുണ്ട്. അത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരോടുള്ള അവരുടെ അഭക്തിക്ക് എതിരായിട്ടുള്ള ശിക്ഷ ദൈവം പ്രഖ്യാപിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്നത്. പുതിയ അഭക്തന്മാരായിട്ടുള്ള നേതാക്കളും നേതാക്കളും മതവും ഉണ്ടാക്കപ്പെടുന്നു. അവർ പുതിയ ദൈവങ്ങൾ അവരിഷ്ടപ്രകാരമുള്ള ദൈവങ്ങളെ കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ അവൻ സാക്ഷാൽ ദൈവം. അങ്ങനെയുള്ള നാം സാക്ഷാൽ ദൈവത്തിലേക്ക് തിരിയണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഈ മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാം. അത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങളാൽ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളെ നമുക്ക് പഠിക്കാം. അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തൻ്റെ പ്രവൃത്തികളാൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സൃഷ്ടി, ഈ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, നമ്മൾ വെക്കേഷന് പോകുമ്പോൾ, കടൽ തീരത്തേക്ക് പോകുമ്പോൾ, പർവ്വതങ്ങൾ കാണാൻ പോകുമ്പോൾ, മലകളും കുന്നുകളും കാണാൻ പോകുമ്പോൾ, നമ്മൾ ദൈവം ഉണ്ടാക്കി ഈ പ്രപഞ്ചം കാണുമ്പോൾ, നമ്മൾ മുകളിലേക്ക് രാത്രിയിൽ നോക്കുമ്പോൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെ കാണുമ്പോൾ, ഈ സൃഷ്ടി താൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, താൻ സൃഷ്ടിച്ച കാര്യങ്ങൾ തൻ്റെ പ്രവൃത്തികളാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിനൊന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 2, ബുദ്ധിക്ക് വെളിവായിരിക്കുന്നു. ഇത് നമ്മുടെ ബുദ്ധിയില്ല. ആ ബുദ്ധി എന്നുള്ള വാക്ക് നമ്മൾ ഗ്രീക്ക് പദത്തിൽ നിന്നൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ്, നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ട്. മനസ്സാക്ഷി. ആ മനസ്സാക്ഷിയെ പഠിപ്പിക്കുകയാണ് ദൈവവചനം ചെയ്യുന്നത്. ആ മനസ്സാക്ഷിയിലുള്ള പഴയതിനെ കളഞ്ഞ് പുതിയയിലേക്കുള്ള മാനസാന്തരം, അതാണെന്ന് ദൈവവചനം പറയുന്നത്. അത് വാസ്തവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നമ്മൾ അകപ്പെടും. ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഇത് ബുദ്ധിക്ക് വെളിപ്പെട്ടു വരുന്നു. മൂന്നാമതൊരായതിനാൽ ദൈവം അറിയാവുന്നവർക്ക് പ്രതിവാദം സാധ്യമല്ല. നമുക്കറിയാം, പ്രതിക്ക് വാദിക്കാം. ഒരു ശിക്ഷയിൽ ഒരു കുറ്റത്തിന് പിടിക്കപ്പെട്ടു,
അവൻ പ്രതിയാണ്, അവന് വാദിക്കാം, ഞാൻ ചെയ്തിട്ടില്ല, എന്നാൽ ദൈവസന്നിധിയിൽ അതിനൊരു പ്രതിവാദം ഇല്ലാത്ത വണ്ണം ദൈവത്തെക്കുറിച്ചുള്ള താൻ സൃഷ്ടാവാണെന്നും തൻ്റെ ദിവ്യ സ്വഭാവം ഉള്ളവനാണ് എന്നും സകല വ്യക്തികൾക്കും സകല മനുഷ്യവർഗത്തിനും ദൈവം താൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി അവൻ്റെ കോടതിയിൽ നമുക്ക് പ്രതിവാദത്തിന് അവസരം ഇല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ യഥാർത്ഥ യഹൂദനും യഥാർത്ഥ ക്രിസ്ത്യാനിയും ഒഴിച്ച് ലോകം മുഴുവനും ഇന്ന് ദൈവനിഷേധികളായിരിക്കുകയാണ്. അതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്യം 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ 19-ാം വാക്യമാണ്. 1 യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അതിങ്ങനെയാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നാം ദൈവത്തിൽ നിന്ന് ഉള്ളവർ എന്ന് നാം അറിയുന്നു. ഇത് എഴുതുന്ന അപ്പസ്തോലനായ യോഹന്നാൻ പറയുകയാണ്, താനും താൻ ഉദ്ദേശിച്ച മറ്റുള്ളവരും ചേർന്ന് പറയുകയാണ്, നാം ദൈവത്തിൽ നിന്ന് ഉള്ളവർ എന്ന് നാം അറിയുന്നു. നാം ദൈവത്തിൽ നിന്നുള്ള നമുക്ക് സാക്ഷാൽ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം തന്നെ നമുക്ക് നാം ദൈവത്തിൻ്റേതാണ് എന്നുള്ള ഉറപ്പ് നൽകും. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പാപക്ഷമ ലഭിച്ച് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ അത് വളരെ സന്തോഷകരമായ അത്ഭുതകരമായ ഒരു ജീവിതമാണ്, പ്രത്യാശയുടെ ജീവിതമാണ്. നിത്യതയിൽ ഈ ദൈവത്തെ കണ്ട് മഹത്വപ്പെടുത്തി ജീവിക്കാൻ സാധിക്കും എന്നുള്ളത്. ഈ 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം പറയുന്നത് സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും എന്ന് പറയുമ്പോൾ ദ ഹോൾ വേൾഡ് ഈസ് അണ്ടർ ദി ഈവിൾ വൺ എന്നാണ്. അത് തീർച്ചയായിട്ടും അത് അപ്രകാരം തന്നെ എന്ന് നമുക്ക് ഇന്ന് ഈ ലോകത്തിലെ വിശേഷങ്ങൾ ന്യൂസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം. അതിനെക്കുറിച്ച് അല്പമായിട്ട് ഞാൻ തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ ലോകത്തെ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കാം. അതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. 1 ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, 2 യേശുവിലുള്ള വിശ്വാസം. അത് പാപക്ഷമ ലഭിക്കാനും പരിശുദ്ധ ദൈവത്തെ അടുക്കാനും നിരപ്പ് പ്രാപിക്കാനും സമാധാനം ഉണ്ടാകുവാനും അവൻ്റെ സന്നിധി കടന്നു ചെല്ലാനുള്ള പ്രവേശനം നമുക്ക് ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തു ആവശ്യമാണ്. അവനെ ഒഴിച്ചിട്ടുള്ള ഒരു ദൈവഭക്തി അസാധ്യമാണ്. ഇന്ന് ലോകത്തിൽ കാണുന്നത് അപ്രകാരമാണ്. ഈ ദൈവത്തിനും സൃഷ്ടാവായ ദൈവത്തിനും തൻ്റെ പുത്രനും താൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും എതിരായിട്ടുള്ള ശക്തമായ ശത്രുത്വം. അപ്പം അങ്ങനെ ഈ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇന്നത്തെ സമകാലിക കാര്യങ്ങൾ അല്പമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ ഇടയായത്. ഇവിടെ ഇത് ശക്തമായ ഉപദേശങ്ങളും ഒരുപാട് പഠിക്കാൻ ഉള്ള ഒരു അധ്യായമാണ് 12-ാം അധ്യായം. 11 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 13-ാം അധ്യായം മുതൽ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലിയും സംസാരവും എല്ലാം മാറുകയാണ്. 12-ാം അധ്യായം വളരെ നിർണായകമായ ഒരു അധ്യായമാണ്. ഇവിടെയാണ് യഹൂദന്മാർ, മത നേതാക്കളും പരീശന്മാരും ചേർന്ന് അവരുടെ മശിഹായെ യേശുവിനെ അവർ നിരാകരിക്കുകയാണ്, അവൻ തള്ളിക്കളയുകയാണ്. അതാണ് ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യം. അതിൻ്റെ ഇവിടെ 12-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യമാണ് പ്രസക്തമായ വിഷയം. ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. കാരണം ഒരു രാജ്യം അത് നിലനിൽക്കണം, എന്ത് ചെയ്യണം? സമാധാനം സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുമയുള്ളവരായിരിക്കണം. ഇന്ന് ഇസ്രായേലിനെ നോക്കൂ, അവിടെയുമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ, അവിടെയുമുണ്ട് അഭക്തന്മാർ, അവിടെയുണ്ട് അൾട്രാ ഓർത്തഡോക്സ് വേദപുസ്തകത്തിനും ദൈവത്തിനും വിശ്വസിക്കുന്നവർ. അവരെത്രയോ തന്നിൽ തന്നെ ഛിദ്രിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ തന്നെയാണ്. എന്നാൽ അവിടുത്തെ മനുഷ്യർ അവർ ദൈവ മക്കളാണെന്നും വാഗ്ദത്ത ജനമാണെന്നും അത് വാഗ്ദത്ത ഭൂമിയാണെന്നും ജെറുസലേം ഒരു തലസ്ഥാനമാണെന്നെല്ലാം വിശ്വസിക്കുന്ന പലരുമാണ് ഇന്ന് അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഇത്ര വലിയ ശത്രുക്കൾക്ക് എതിരായിട്ട് അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ദാമ്പത്യ ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും രാഷ്ട്ര ജീവിതത്തിലായാലും
ഒരു സമന്വയം, ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ ആശയങ്ങളിലേക്ക് കടന്ന് ഒരു ഒരു രാഷ്ട്രമായിട്ട് നാം പണിയേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഇവിടെ 12-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാക്ഷാൽ യഹൂദൻ, സാക്ഷാൽ ക്രിസ്ത്യാനി ഒഴിച്ച് ബാക്കി എല്ലാവരും യേശു ക്രിസ്തുവിനും ദൈവത്തിനും ദൈവവചനത്തിനും ദൈവത്തിന് ഇസ്രായേൽ എതിരായിട്ടുള്ള ശത്രുക്കളാണ്, എതിരായിട്ടുള്ളവരാണ് എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. ഇതിൻ്റെ ഫലമോ ഇങ്ങനെ ദൈവത്തിന് അനുകൂലമല്ലാത്തവർ യേശു ക്രിസ്തുവിൻ്റെ പ്രതികൂലം എന്നുള്ള ആ ഇത് നമ്മൾ പരിഗണിച്ചാൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണുന്നത്, യേശു ക്രിസ്തുവിനെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അവൻ്റെ ജോലി അതാണ്, ചിതറിക്കുക. സാത്താൻ്റെ ജോലി എന്താണ്? ചിതറിക്കുക. ദൈവത്തിൻ്റെ ജോലി എന്താണ്? സുവിശേഷം വഴി, ക്രിസ്തു വഴി ദൈവമായിട്ട് യോജിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ സമകാലിക ചരിത്രത്തിൽ നാം കണ്ടുവരുന്നത്. നമ്മൾ ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ഏകദേശം AD ആദ്യ നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നു. ഏകദേശം 3.5 വർഷമാണ് അവൻ്റെ പരസ്യ ശുശ്രൂഷ എന്നാണ് വേദപുസ്തകത്തിൽ നിന്നും ഞാൻ പഠിച്ച് എനിക്ക് ബോധ്യമായിട്ടുള്ള വിഷയം. ഇത് ഏകദേശം AD 29 ആരംഭിക്കുകയാണ്. AD 29 യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ അവൻ്റെ സ്നാനത്തോടുകൂടി യോഹന്നാൻ മാനസാന്തര സ്നാനം ഏറ്റ് അവൻ്റെ ശുശ്രൂഷ തുടങ്ങിയാണ്. AD 33 യേശുക്രിസ്തു മരിക്കുകയും ചെയ്തു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് ജീവിക്കുന്നു. പരശുശ്രൂഷയുടെ ഏകദേശം മധ്യഭാഗത്താണ് എന്ന് പറഞ്ഞാൽ ഏകദേശം AD 31 ആണ് ഈ സംഭവം നടക്കുന്നത്, ഈ 12-ാം അധ്യായം. അപ്പോൾ AD 29 ആരംഭിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ അത് 3.5 വർഷം കഴിഞ്ഞ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ്. 3.5 വർഷം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാസങ്ങളായാലൊന്നും വിഷയമല്ല കേട്ടോ. നിങ്ങളുടെ ഒരു ഔട്ട്ലൈൻ മാത്രം ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ മധ്യഭാഗത്ത്, ഈ 3.5 വർഷത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് ഈ 12-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 22 മുതൽ നാം വായിച്ച വേദഭാഗം. ഈ മധ്യഭാഗത്ത് ഇസ്രായേൽ തങ്ങളുടെ മെശിഹായെ തള്ളിക്കളയുന്നു. അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അവൻ ദാവീദ് പുത്രനാണ് എന്നവർക്ക് ബോധ്യം വന്നിട്ട് ഒരു മത നേതാക്കളും പരീശന്മാരും ചേർന്ന് പറയുകയാണ്, ഇത് നീ ചെയ്യുന്നത് സാത്താനെ ബെൽസബൂബിനെ ഉപയോഗിച്ചാണ് നീ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയുകയാണ്. അതിനുശേഷം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യേശുക്രിസ്തു ഉപമകളോട് സംസാരിക്കുന്നു. അതിനുശേഷം ഏകദേശം 1.5 വർഷത്തിന് ശേഷം അവൻ ക്രൂശിക്കപ്പെടുന്നു. ഈ സംഭവത്തിൽ 3 പ്രധാന വിഭാഗങ്ങളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ് നമുക്ക് കാണാം. 3 വിഭാഗങ്ങളിൽ. ഒന്ന്, മത നേതാക്കളുടെ ബലമായ എതിർപ്പ്. 2, പരീശന്മാരുടെ എതിർപ്പ്. നേതാക്കന്മാരുടെ ശക്തമായ എതിർപ്പ്, ശത്രുത്വം. അതാണ് പ്രധാനമായിട്ടും നാം കാണുന്നത്. അത് ആരോടാണെന്നുള്ള വിഷയം. ഇസ്രായേൽ തൻ്റെ മശിഹായ്ക്കെതിരായിട്ട് തിരുവചനപ്രകാരം ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ദാവീദിൻ്റെ പുത്രൻ, അവനാണ് മശീഹ എന്നുള്ളത് അവർക്ക് അറിയാതെ പോയി എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അവർ ഭാഗികമായിട്ട് ഇന്നവരുടെ ഹൃദയകാഠിന്യം സംഭവിച്ചിരിക്കുകയാണ്. അത് ദൈവത്തിന് വലിയൊരു പ്രവൃത്തിയാണ്. എന്നാൽ അവരത് ചെയ്തു എന്നുള്ളത് വാസ്തവമായി കടന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്നവർ എടുക്കേണ്ട ഒരു തീരുമാനം, നിങ്ങൾ വാസ്തവമായിട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിയുമോ? വാസ്തവമായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുമോ? അവൻ യഹൂദന്മാരുടെ രാജാവും യഹൂദന്മാരുടെ മശീഹയുമാണ്, ലോകരക്ഷിതാവാണ്. നിങ്ങൾ അത് വേദപുസ്തകത്തിൽ മനസ്സിലാക്കി വിശ്വസിക്കുമോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്. അങ്ങനെ 3 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കാണാം. ഇവർ എല്ലാവരും തന്നെ ഇന്ന് ലോകത്തിൽ നടമാടുന്ന ശക്തമായ എതിർപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ ഇസ്രായേൽ അന്ന് ഈ മശിഹായോട് ചെയ്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ലോകം മുഴുവനും മത നേതാക്കൾ, രാഷ്ട്ര നേതാക്കന്മാർ ചേർന്ന് ഇന്ന്
ദൈവത്തിനെതിരായിട്ട് ക്രിസ്തുവിനെതിരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് സമകാലിക ചരിത്രം. നിങ്ങൾ കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ അത് വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ വാസ്തവത്തിൽ ദൈവത്തിന് പ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് സത്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഏറ്റവും ശക്തവും പ്രത്യക്ഷവുമായ എതിർപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് ഐക്യരാഷ്ട്രസഭയിലാണ്. 193 രാഷ്ട്രങ്ങളുടെ അംഗത്വമുള്ള ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും ചെറിയ രാജ്യവും ഏറ്റവും കുറച്ച് മനുഷ്യരുമുള്ള ജനസംഖ്യയുമുള്ള ഈ ഇസ്രായേലിന് എതിരായിട്ട് 192 രാഷ്ട്രങ്ങൾ. നമുക്ക് തീർച്ചയായിട്ടും അമേരിക്കയെ നമുക്ക് ഒഴിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എത്ര നാൾ തുടരുമെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം അമേരിക്ക ഈ സമാധാനം എന്ന് പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന അടുക്കും തോറും വേദന കൂടുന്നത് പോലെ അവർക്ക് അമേരിക്കയ്ക്ക് വലിയ ഒരു ദാരുണ സംഭവം സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം വാസ്തവമായിട്ട് സമാധാനം കൊണ്ടുവരേണ്ടത് കർത്താവായ യേശുക്രിസ്തു. അവനാണ് സമാധാനത്തിൻ്റെ അവനാണ് സമാധാനത്തിൻ്റെ രാജാവ്. അവൻ വരുന്നാൽ മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നാം ഇന്ന് നമ്മുടെ വിഷയം നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതായിരിക്കണം. മതഭക്തന്മാരും രാഷ്ട്ര നേതാക്കന്മാരും അവർക്ക് സ്വന്തമായിട്ട് അത് മനസ്സിലാക്കി വിശ്വസിച്ച് അതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ബലമായി തീരേണ്ടത്. ഏറ്റവും ശക്തമായ എതിർപ്പ് നമുക്ക് കാണുന്നത് ഐക്യരാഷ്ട്രസഭ. രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, അറബി ദേശങ്ങൾ. എല്ലായിടത്തും തിരുവചനത്തിലെ ദൈവത്തിനും തിരുവചനത്തിലെ ഇസ്രായേലിനും തിരുവചനത്തിലെ രോഗരക്ഷിതാവ് യേശുക്രിസ്തുവിനും എതിരായ സംഘടിതമായ ലോകരാഷ്ട്രങ്ങൾ സംഘടിതമായ ലോകരാഷ്ട്രം തിരിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇന്ന് സമകാലിക കാര്യങ്ങൾ. ഈ കാലഘട്ടത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുക, തിരുവചനപ്രകാരം അതിനെ പരിശോധിക്കുക എന്നുള്ളതൊക്കെയാണ് എന്നെപ്പോലെയുള്ള സുവിശേഷകന്മാരുടെ ഈ പ്രാസംഗികരുടെ ഉദ്ദേശം. ബൈബിൾ ചർച്ചിൻ്റെ ഉദ്ദേശം അതാണ്. ഞാൻ കഴിഞ്ഞ പല നാളുകളെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ദൈവം ഉപയോഗിച്ച വലിയ ഒരു രാജ്യമായിരുന്നു അത്. ദൈവം ഉപയോഗിച്ച രാജ്യം. ഇന്നോ അവർ ദൈവത്തിനും ഇസ്രായേലിനും ദൈവമക്കൾക്കും എതിരായി തീർന്നിരിക്കുകയാണ്. ഈ എതിർപ്പിന് കാരണം പറഞ്ഞു ഞാനിന്ന് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ഇന്ന് മതനേതാക്കന്മാരും രാഷ്ട്രവും രാഷ്ട്ര നേതാക്കന്മാരും എന്തുകൊണ്ട് ദൈവത്തിനും ബൈബിളിനും ഇസ്രായേലിനും എതിരായി തീർന്നു എന്നുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ വലിയ എതിർപ്പും പ്രശ്നങ്ങളും അതിന് കാരണമെന്നാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു എന്നാണ് ശത്രുതയ്ക്ക് മുഖ്യ കാരണം. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അവൻ്റെ പരമാധികാരിയായ ദൈവത്തിൻ്റെ പരമാധികാരത്തിനും തിരഞ്ഞെടുപ്പിനും എതിരായ ശത്രുത. ദൈവമായിരിക്കുകയും ദൈവം ദിവ്യ സ്വഭാവമുള്ളവനാകിയാലും ദൈവത്തിന് തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. അത് അവൻ്റെ പ്രെറോഗേറ്റീവാണ്. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ ആ ദൈവം എബ്രാഹിമിനെ തിരഞ്ഞെടുത്തു, ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, അവർക്ക് ഭൂമി കൊടുത്തു, അവർക്ക് വാഗ്ദത്ത ദേശം കൊടുത്തു, അവർക്ക് ജെറുസലേം കൊടുത്തു. ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിനും ദൈവത്തിൻ്റെ പരമാധികാരത്തിനും തിരഞ്ഞെടുപ്പിനും എതിരായ ശത്രുത. ഇതിൽ ബാബേലിൽ 70 രാഷ്ട്രങ്ങളായി ദൈവം ഭാഗം ചെയ്തു ഭാഷകളെ. ദൈവത്തോട് മറുതലിച്ച നിമ്രോദിൻ്റെ കീഴിൽ മത്സരിച്ച ദൈവത്തിനെതിരായിട്ട് പോയ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിട്ട് പോയ അന്ന് ബാബേലിൽ അത് 70 ഭാഷകളുള്ള 70 രാഷ്ട്രങ്ങളായി തിരിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് എന്ത് ചെയ്തു? ദൈവം എബ്രാഹിമിനെ തിരഞ്ഞെടുത്തു, ഇസ്രായേലിന് രാജ്യം പണിയുകയാണ്. അതാണ് ശത്രുതയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതായിട്ട് ദൈവം അബ്രാഹിമിനെ വിളിച്ചു, എബ്രാഹിം തിരഞ്ഞെടുത്തു. അതിനെതിരായിട്ട് ഇന്ന് ലോകം മുഴുവനും അതിനെതിരാണ്. നമുക്കറിയാം, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം ഇസ്മായേലിനെ പുറത്താക്കി ഇസ്ഹാക്കിനെ തിരഞ്ഞെടുത്തു. ദൈവം പറഞ്ഞു, ഇസ്ഹാക്കിലാണ് ഞാൻ എൻ്റെ ഉടമ്പടി, എൻ്റെ വാഗ്ദാനങ്ങൾ നിവൃത്തി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവം ഇസ്മായേലിനെ പുറത്താക്കി ഇസ്ഹാക്കിനെ തിരഞ്ഞെടുത്തു, അവകാശിയാക്കി. അതുകൊണ്ട് ശത്രുത ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായിട്ട് യാക്കോബിലും ഏശാവിലും ഇസ്ഹാക്കിന്
ഉണ്ടായ രണ്ട് ഒരു ട്വിൻസിൽ ഏശാവും യാക്കോവും, അതിൽ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഏശാവ് ഇന്ന് അവനെതിരാണ്. യാക്കോബിലും ഏശാവിലും ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. ഇതൊക്കെയാണ് ശത്രുതയുടെ കാരണങ്ങൾ. അങ്ങനെ നാം ലോകചരിത്രവും വേദപുസ്തക ചരിത്രവും നമ്മൾ പരിശോധിച്ച് സമന്വയപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സത്യസന്ധമാണ്, ചരിത്ര വസ്തുതയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യം വരും. ഇതാണ് ശത്രുതയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തിന് അവകാശി, വാഗ്ദത്ത യേശുവിന് അവകാശി, അത് ഇസ്രായേലാണത്. അതുകൊണ്ട് ഇന്ന് ഇസ്രായേലുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ തീരുമാനം, വ്യക്തിപരമായിട്ട് കുടുംബമായിട്ടുള്ള തീരുമാനം, രാഷ്ട്രമായിട്ടുള്ള തീരുമാനം, ഐക്യരാഷ്ട്രയിലെ തീരുമാനം ആയിരിക്കും ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് നാം നമ്മുടെ ഈ സമകാലിക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ന് നടക്കുന്ന സംഭവം സംഭവിക്കുകയാണെങ്കിൽ, മത നേതാക്കൾ, രാഷ്ട്ര നേതാക്കന്മാർ അവർ സാക്ഷാൽ ദൈവത്തെ വിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ രാഷ്ട്രങ്ങളെയും മതങ്ങളെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മതം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ക്രൈസ്തവ മതമാണ്. ക്രൈസ്തവ മതം, ക്രൈസ്തവ നാമധേയ ക്രൈസ്തവർ ഏകദേശം 200 കോടിയിൽ പരം നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. നാമധേയ ക്രിസ്ത്യാനികൾ, അതിനെ ഞാൻ ക്രൈസ്തവ മതം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഈ 200 കോടിയിൽ പരം ജനം ഇസ്രായേലിനെതിരാണ്. ഇസ്രായേലിലെ തിരഞ്ഞെടുപ്പിനും ഇസ്രായേൽ അവർക്ക് കൊടുത്ത വാഗ്ദത്തവും അവരുടെ ഭൂമിക്കും അവകാശത്തിനും യെരുശലേമിനും എതിരായിട്ട്, ദൈവത്തിനെതിരായിട്ട് ഇന്ന് ക്രൈസ്തവ സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മത നേതാക്കന്മാർ ഞാൻ വായിച്ചു, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇപ്പോൾ ജർമ്മനിയും അല്പമായിട്ട് അതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ കാനഡ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയും. ദൈവത്തിൻ്റെ ശത്രുത വ്യക്തമായിട്ട് നമുക്ക് ഇന്ന് കാണാനും കഴിയും. മെശിഹായെ തള്ളിക്കളഞ്ഞ ചരിത്ര വസ്തുത മത്തായി 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രസ്തുത സംഭവം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ വലിയ വഴിത്തിരിവായിരുന്നു. തുടർന്ന് യേശു ഉപമകളുടെ സംസാരിച്ചു തുടങ്ങി, ക്രൂശീകരിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ശത്രുക്കളെ ന്യായം വിധിക്കുന്നതിനുള്ള ഒരുക്കമാണ് ഇന്ന് നമ്മുടെ സമകാലിക ചരിത്രം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തുള്ള ശത്രുത വിട്ട് ദൈവത്തിൻ്റെ മിത്രങ്ങളായി തീരുക. ദൈവത്തിൻ്റെ മിത്രങ്ങളായി തീരുവാനായിട്ടുള്ള വേദപുസ്തകം അനുശാസിക്കുന്നത് 2 പ്രമാണങ്ങളാണ്. 1, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. 2, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അതിനായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി നിങ്ങളെ ഇതിന് ക്ഷണിക്കുന്നു. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പൗലോസ് പറയുകയാണ്, ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഐ പ്ലീഡ് ഫോർ ദി സേക്ക് ഓഫ് ക്രൈസ്റ്റ്, ബി റിക്കൺസൈൽഡ് ടു ഗോഡ്. ദൈവമായിട്ട് നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിലേക്ക് മാനസാന്തരം, യേശുക്രിസ്തുവിൽ വിശ്വാസം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ നിത്യവചനത്തിനായിട്ട്, അതിലുള്ള ചരിത്രത്തിനായിട്ട്, സമകാലിക ചരിത്രത്തെക്കുറിച്ച് അവിടുത്തെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് നേരത്തെ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ചതിനായിട്ട്, അതിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഇന്ന് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതനുസരിച്ച് ദൈവത്തിൻ്റെ ശത്രുത വിട്ട് മിത്രങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലെ വിശ്വാസവും അത് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നിത്യത ഉറപ്പാക്കുവാൻ തക്കവണ്ണം
ഞങ്ങൾക്ക് സാധിക്കണമേ, കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.